സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏകദേശം 3500 മീനുകൾ എടുക്കാൻ വേണ്ടി വന്നതാണ്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു അടിപൊളി കുളം. എല്ലാ ഭാഗവും നന്നായിട്ട് പോയിന്റ് ചെയ്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ അടിഭാഗത്ത് കുറച്ച് ചേറുണ്ട്, ചില സ്ഥലങ്ങളിൽ അടിഭാഗത്ത് കുറച്ച് മണലുമുണ്ട്. പക്ഷേ ഇവർക്ക് മീനുകൾ ഇട്ടതിൽ ചെറിയൊരു തെറ്റ് സംഭവിച്ചു. തെറ്റെന്താണെന്നും ഇവർക്ക് ഏകദേശം എത്ര മീനുകളെ കിട്ടി, ഏകദേശം എത്ര രൂപയ്ക്ക് തീറ്റ കൊടുത്തു, ഏകദേശം എത്ര രൂപയാണ് ഇതൊന്ന് വരുമാനം നേടിയത്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടത്. അതുമാത്രമല്ല, നമ്മളൊരു നാച്ചുറൽ കുളത്തിൽ മീനുകളെ പിടിച്ചിട്ട് ഒരു പടുതയിലേക്ക് മാറ്റി മീനുകളെ ഹോൾഡ് ചെയ്യുന്നതും ട്രീറ്റ് ചെയ്യുന്നതും അങ്ങനെ മീനുകളെ ഒന്ന് ലെവലാക്കി എടുക്കുന്നതൊക്കെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അപ്പൊ നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി അവസാനം തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. തലസ്ഥാനത്ത് നമ്മള് വിശ്വസിക്കാറില്ല അല്ലേ? നമ്മള് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരം, അതായത് കുറേ സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത് തിരക്ക് കൂടിയത് കൊണ്ട് തന്നെ നമ്മൾ കുറേ സ്ഥലങ്ങളിലുള്ള വീഡിയോസ് ഇട്ടിട്ടില്ല ചേട്ടാ. ഇനി നമ്മൾ നേരെ ഇവിടുന്ന് നെടുമങ്ങാട് ഭാഗത്താണ് കേട്ടോ നമ്മളെ സ്പോട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ അതിന് മുന്നേ ഒരു ചായ, ഇനി നേരെ നെടുമങ്ങാട്. അപ്പോൾ നമ്മൾ ട്രെയിൻ ഇറങ്ങിയിട്ട് ഇനി കിഴക്കേക്കോട്ടയിലേക്ക് പോവാണ്. ഈസ്റ്റ് പോർട്ടിൽ എത്തിയാ ഈസ്റ്റ് പോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അവിടുന്ന് നമുക്ക് നെടുമങ്ങാട് ബസ് കയറണം. അതെ അതെ, റഷീദൊക്കെ ഫുൾ ആക്റ്റീവ് ആട്ടാ. അവിടെ നല്ല മഴ ഉണ്ട് കേട്ടോ. അത്യാവശ്യം വെള്ളം നിൽക്കണ്ടല്ലോ അവിടത്തും. മഴ ചാറി കൊണ്ടേ നിൽക്കണ്ടായിരുന്നു. ഇപ്പൊ ഒന്ന് കുറഞ്ഞാണ് മഴ. കുറച്ചും കൂടെ പോയാലാണ് കേട്ടോ കിഴക്കേക്കോട്ടെത്താ. അവിടുന്നാണ് നമുക്ക് നെടുമങ്ങാട് ബസ്. അപ്പോൾ നമ്മൾ ഈസ്റ്റ് പോർട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ശരി, നമുക്ക് പോകാള് മഞ്ച നെടുമങ്ങാട് ബസ് കേട്ടോ. മഞ്ച നെടുമങ്ങാട് അവിടെ ബസ്സുണ്ട്. മഞ്ച നെടുമങ്ങാട്. അപ്പോൾ നമ്മളിവിടുന്ന് നെടുമങ്ങാട് ബസ്സിൽ കയറുക കേട്ടോ. പക്ഷേ ബസ് മാറുമോ? ആളെ വിളിച്ചേറ്റോ? ആളെ വിളിച്ചേറ്റ് ചോദിക്കാം. ബസ്സൊക്കെ ഫുള്ള് ഫ്രീ ആട്ടാ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്. ഞാനുണ്ട് ഇതേ നല്ല ഇഡ്ഡലി സാമ്പാറും. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ സ്പോട്ടിലേക്ക് ഏകദേശം എത്തിയിട്ടുണ്ട് അല്ലേ പക്ഷേ? ഇതൊക്കെ വെള്ളം അടിച്ച് ഒഴിവാക്കാൻ കേട്ടോ. ഇവിടുന്ന് കുളത്തുനിന്ന് വെള്ളം അടിച്ച് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. സിദ്ധി ഹുസൈന് വരുന്നുണ്ട് കേട്ടോ. വെള്ളം അടിച്ച് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളേകദേശം ഇതാണ് നമ്മുടെ സ്പോട്ട്. അതെ, നെടുമങ്ങാട് എത്തിയിട്ടുണ്ട് നമ്മൾ. കുളത്തുനിന്നുള്ള വെള്ളം ഈ അടിച്ച് ഒഴിവാക്കിയല്ലേ. വെള്ളം കറുപ്പ് നിറയിട്ടുണ്ട്. അപ്പോൾ അതാ ഈ കാണുന്നതാണ് ഞാൻ പിന്നെ പോട്ടെ. ഞങ്ങൾ വന്ന സമയത്ത് കൂടുതലുണ്ട്. അപ്പോൾ വന്നപ്പോൾ തന്നെ നമ്മൾ സുദ്ധി ഡ്രസ്സ് മാറ്റാതെ കൈയടിച്ചു എത്ര വെള്ളമുണ്ട്? ഞാൻ മാത്രം നമ്മളെ ഏകദേശം എത്ര ഉണ്ട്? അപ്പോൾ നമ്മളെ ഡ്രസ്സൊക്കെ മാറിയിട്ടാ ഈ മീൻ പിടുത്താണല്ലേ. നമ്മളിതാ ഇതിൻ്റെ അപ്പുറത്ത് ഇവിടെ ആയിട്ടാണ് നമ്മൾ ടാർപ്പായ സെറ്റ് ചെയ്യാൻ പോണത്. അവിടെ ആദ്യം ടാർപ്പായ സെറ്റ് ചെയ്തിട്ട് നേരെ ആ കാണുന്ന കുളത്ത് നമ്മൾ മീനെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടാക്കും അല്ലേ. അതാണ് ആദ്യത്തെ പരിപാടി.
നേരെ നോക്കിയാലോ അവിടെ കിട്ടാം. വെള്ളം അവിടുന്ന് വന്നുകൊണ്ടേ ഇരിക്കാൻ കേട്ടോ. വെള്ളം നല്ല കറുപ്പ് കളറായിട്ടുണ്ട്. ഏകദേശം ആ റേഞ്ചിൽ ഇനി വെള്ളം കിട്ടാം. അപ്പോൾ നമ്മൾ ആദ്യം വിലങ്ങ് കെട്ടാൻ വേണ്ടിയിട്ട് മരങ്ങൾ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ടാർപ്പായ കൊണ്ടുള്ള താൽക്കാലിക കുളം കെട്ടാൻ വേണ്ടിയിട്ട് റഷീദ് ടാർപ്പായ കൊണ്ടുവരികയാണ്. ചേട്ടൻ്റെ പേരെന്താട്ടാ? ചന്ദ്രൻ. നമ്മളെ ചന്ദ്രേട്ടന് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൂടെ ഉണ്ട് കേട്ടോ. ആ ഇതിൻ്റെ അപ്പുറത്താണ്ട് കൊടുത്താൽ മതി. അങ്ങനെ കൊടുത്താൽ മതി. അതെ, അല്ല അങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിലേ ഇങ്ങോട്ട് കയറി കൊടുക്കാം. അതെ. അപ്പോൾ നമ്മളിതാ നമ്മളെ ടാർപ്പായ കുളം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. വിലങ്ങ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കുളം സെറ്റാക്കണം കേട്ടോ. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല വെള്ളമുള്ള ഏരിയയാണ്. കിണറിൽ വെള്ളം നിൽക്കണുണ്ടോ? തൊട്ടടുത്താണ് വെള്ളം നിൽക്കണം. കോരിയെ കിട്ടും. അതേപോലെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് വേറെ കിണർ കൂടി ഉണ്ട് കേട്ടോ. ഇത് ചെറിയൊരു കിണർ. നമുക്ക് ഇതൊരു കിണറാണ്. ഇത് എത്ര താഴ്ചയുണ്ട് ചേട്ടാ? 8 അടി താഴ്ചയുണ്ടല്ലേ? 8 അടി താഴ്ചയിൽ നല്ല വെള്ളമാണ്. അപ്പോൾ നമ്മളത് ഒരു ടാർപ്പായുടെ കുളം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ സെറ്റ് ചെയ്യാൻ പോകട്ടാ. ആ അങ്ങനെ വീതി കെട്ടിയാൽ തന്നെ ഉണ്ടല്ലേ? അങ്ങനെ ആ കേരളത്തിൽ ഇങ്ങനെ വീതിക്കണ്ട് കെട്ടാം. അടുത്ത പണി വെള്ളമാക്കാണ്ട് അതുപോലെ മോട്ടർ വയറ് ക്ലിയർ ആക്കിയിട്ട് നടക്കും. ഇല്ല അവിടെ വെള്ളമായിട്ടില്ല. റെഡി ആക്കണം നോക്കി. മോട്ടറൊക്കെ ഫിറ്റ് കഴിഞ്ഞാൽ പക്ഷെ ഒന്നാടെ നടക്ക് പോയോക്ക് ചേറുണ്ടോ? ചേറുണ്ടായിക്കോട്ടെ. ഇല്ല വലിപ്പുണ്ട് കേട്ടോ. വലിപ്പുണ്ട്. വെള്ളത്തിന് ഒരുപാട് താഴ്ച ഒന്നുമില്ല കേട്ടോ. ഏകദേശം റഷ്യ നിൽക്കണതിൻ്റെ കാലിൻ്റെ മുട്ടിന് താഴെ മാത്രമാണ് ചില സ്ഥലങ്ങളിൽ താഴ്ച. ചില സ്ഥലങ്ങളിൽ അതിനേക്കാളും കുറയുള്ളൂ. പക്ഷേ മീനുകളൊക്കെ അടിയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ സൈസ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നില്ല. കുറച്ചും കൂടി വെള്ളം വാർത്താൽ മാത്രമാണ് ഈ മീനുകളുടെയൊക്കെ കറക്റ്റായിട്ടുള്ളൊരു സൈസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. സൈസ് നോക്കാനാണ് ഇപ്പോൾ റഷ്യത്ത് ഏകദേശം ആ തല വരെ ഒന്ന് നടന്നു പോയി നോക്കിയത്. അങ്ങനെ നടക്കുമ്പോൾ തന്നെ ഏകദേശം മീനുകളുടെ സൈസ് നമുക്കറിയാൻ പറ്റും. മീനുകൾ പൊങ്ങിയിട്ടും മീനുകൾ എങ്ങനെയെങ്കിലുമൊക്കെ അവിടുന്ന് ഒഴിവാകാനൊക്കെ നോക്കിക്കൊണ്ടേയിരിക്കും. കാരണം മീനുകളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യർ തന്നെയല്ലേ. അതുകൊണ്ടാണ് അവർ മാക്സിമം ഒഴിഞ്ഞു പോകുന്നതും ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നതും. നമ്മൾ കൊളുത്തിലേക്ക് വെള്ളമടിച്ചുകൊണ്ടിരിക്കുകയാണ് ടാർപ്പായ കുളത്തിൽ. ചേറുണ്ടല്ലേ ഇതേ? ഇളക്കണ്ട ഇളക്കിയാലേ മീൻ കയറില്ല. നല്ല വലിപ്പമുള്ള മീനുകളാണ് കേട്ടോ. വേണമെങ്കിൽ കോരട്ടോ, വേണമെങ്കിൽ ഇപ്പൊ അതെ ഒരു ഇടിവെട്ട് മീൻപിടുത്തം. ഇത് നെടുമങ്ങാട്. ഇതൊക്കെ കാര്യത്തില് ഇതാ സൈസില്ലേ? ഇതാ ഇതോടെ
സെറ്റാക്കണ്ട. അപ്പോൾ കൂട്ടുകാരെ, ഈ ഒരു വീഡിയോ നമ്മൾ ഒറ്റ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും തീരില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു 2-3 പാർട്ടായിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ മീൻ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മടിക്കാതെ ഒന്ന് മെസ്സേജ് അയക്കുക, അല്ലാണെങ്കിൽ വിളിക്കുക ചെയ്താൽ മതി. മാർക്കറ്റിൽ കിട്ടുന്ന മാക്സിമം റേറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ.